അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും പോലും കഴിക്കാവുന്ന എന്നാൽ ടേസ്റ്റിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ഫ്രൈഡ് റൈസ് 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയാലോ. സോ വെൽക്കം ബാക്ക് ടു IT Cook. നമുക്ക് എളുപ്പം ഉണ്ടാക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ വെക്കാം. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ബസുമതി അരി ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴുകി മാറ്റി വെച്ചതാണ്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായത് നമുക്കിവിടെ തിളയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ബസുമതി അരി ഇടുന്ന സമയത്ത് ഇതിന്റെ വേവാണ് ഫ്രൈഡ് റൈസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ വെള്ളം ഒന്ന് ലൈറ്റ് ചൂടായതും തന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രൈഡ് റൈസ് വീട്ടിലുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും മെയിൻ വരുന്നൊരു പ്രശ്നമാണ് അരി പൊടിഞ്ഞു പോകുന്നത്. അതിന് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തലേന്ന് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് ഓവർനൈറ്റ് വെക്കുക. ആ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരി നല്ല വളർന്ന് കിട്ടും. നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. റൈസ് ഒട്ടാതിരിക്കാനും ഇതിനും വേണ്ടിയിട്ടാണ് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 ടീസ്പൂണാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, 1 കപ്പല്ല, സോറി, 1 ഗ്ലാസ്. ഇതിലോട്ട് നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ഡ്രോപ്പ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ കിട്ടുക എന്നുള്ളതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള ടിപ്പ്, ഇതിൻ്റെ ഏറ്റവും മെയിൻ പാർട്ട് ഈ അരി വേവിച്ചെടുക്കുന്നതാണ്. അരി വെള്ളം തിളച്ച് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. തിളച്ച അരി അതിൽ തന്നെ ഇരുന്നാലും വെന്ത് കൂടുതലാവും. നമുക്കൊരു 90% വേവ് മതി. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ബസുമതി റൈസ് വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് വെള്ളം തിളച്ച് ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമുക്ക് അതിൻ്റെ വേവ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അരി പൊട്ടി പോകാൻ പാടില്ല. ആ സമയത്ത് തന്നെ നമ്മൾ ഊറ്റി ഡ്രെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നത് നമുക്ക് റൈസ് എടുക്കാവുന്നതാണ്. റൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഒന്നിങ്ങനെ അമർത്തുമ്പോഴേക്കും അത് അമർന്ന് പോവുകയാണെങ്കിൽ നമുക്ക് റൈസ് എടുക്കാം. പിന്നെ അപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത്, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, അപ്പം സ്പോട്ടിൽ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ഡ്രൈനറിലോട്ട് മാറ്റണം. ഇതിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ പിന്നെയും അത് വെന്ത് അധികമായി പോകും. ഞാനത് മുഴുവൻ ഡ്രൈനറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഡ്രൈനറിൽ നിന്ന് നമുക്ക് വേഗം മാറ്റണം. ഡ്രൈനറിൽ ഇരുന്ന് ഒരുമിച്ച് കട്ട പിടിച്ചിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഒരു പരന്ന പ്ലേറ്റിലോട്ട്, ഡ്രൈനറിൽ നിന്ന് ഒന്ന് വെള്ളം പറ്റിയത് പരന്ന പ്ലേറ്റിലോട്ട് മാറ്റി പിന്നെ ഒരു കണ്ടെയ്നറിലും എന്തെങ്കിലും ആക്കി ഫ്രിഡ്ജിലോട്ട് വെക്കാവുന്നതാണ്. അപ്പം നമുക്ക് കുറച്ച് ചിക്കൻ ആദ്യം തന്നെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചെറിയ ക്യൂബ് കട്ട് ചെയ്ത് വെച്ചത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. സോ അതിനായിട്ടുള്ള മാരിനേഷൻ റെഡിയാക്കി എടുക്കാം. ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ടോട്ടൽ ഇവിടെ ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പെപ്പർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുന്ന സമയം മതി ഇതിൻ്റെ മാരിനേഷന്. കാരണം ഇത് ബോൺലെസ് ആയതുകൊണ്ട് പെട്ടെന്നാവും. കാരണം നമുക്ക് വളരെ സ്പീഡ് കുക്കിംഗ് ആണ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ക്യാപ്സിക്കം ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഒക്കെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് ബീൻസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മസ്റ്റായിട്ട് വേണ്ട 2 വെജിറ്റബിൾസ് ക്യാരറ്റും ക്യാബേജുമാണ്. അപ്പോൾ ക്യാബേജും ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റൗ കത്തിച്ച് ഹൈ ഫ്ലെയിമിലാണ് ഫ്രൈഡ് റൈസ് എല്ലാം കുക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മളിത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഓയിൽ സ്പ്രേയറാണ് ഇത് ഈസിയാണ്. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സ്പ്രേ ചെയ്ത് മാത്രം എടുത്താൽ മതി. നമുക്ക് വാരിക്കോരിയൊന്നും ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് ചൈനീസ് കുക്കിങ്ങിന് എപ്പോഴും എടുക്കേണ്ടത്. ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഓയിലൊന്ന്. അപ്പോൾ ഇത്രയും ഓയിൽ മാത്രം മതി നമുക്കൊന്ന് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കനൊക്കെ വന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. സോ ഓൾറെഡി ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം നമുക്ക് ഇറങ്ങി വരും. അപ്പോൾ ഒന്ന് ഇളക്കി ടോട്ടൽ ഒരു 6 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. അപ്പോൾ ടോട്ടൽ ഒരു 5 മിനിറ്റ് ആയി വന്നിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഇളക്കി എല്ലാ സൈഡും വെന്തുവെന്നൊന്ന് ഉറപ്പ് വരുത്തുക. ടോട്ടൽ 6 മിനിറ്റ് ധാരാളമാണ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ബോൺലെസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും. അതിൽ കൂടുതൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ വെന്ത് വന്ന ചിക്കൻ മുഴുവൻ നമ്മൾ ഒരു പാനിലേക്ക് മാറ്റുകയാണ്. ശരിക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ചൈനീസ് വോക്കാണ് ഏറ്റവും നല്ലത്. നമുക്കിപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊന്നും വോക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലൊരു നോൺ സ്റ്റിക് പാനിൽ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക് പാൻ എടുത്താൽ മതി.
അപ്പോൾ സെയിം പാനിലേക്ക് ഞാൻ ഒന്നുകൂടെ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ചൂടായതിലോട്ട് ഞാനൊരു 3 എഗ്ഗാണ് ഇവിടെ എടുക്കുന്നത്. എഗ്ഗിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. നമ്മളിത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ എഗ്ഗ് ഒന്ന് ഇതുപോലെ സ്ക്രാമ്പിളായി വന്നു കഴിഞ്ഞാൽ എടുക്കുക. ഒരുപാട് മുരിയാൻ നിൽക്കരുത്, നമുക്ക് വേഗം കൊടുക്കണം. അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. സെയിം പാനിലോട്ട് നമ്മൾ ഒരു കുറച്ചുകൂടെ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 2-3 വട്ടം ഈ ഓയിൽ യൂസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഓയിൽ സ്പ്രെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഇത് ഹെൽത്തി ആയിട്ടും കിട്ടും, നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കഴിക്കുകയും ചെയ്യാം. ക്വാണ്ടിറ്റി പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ്, ഡയറ്റുകാർക്ക് വരെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രൈഡ് ചിക്കനാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഓരോന്നോരോന്നായിട്ട് ചേർക്കുകയാണ്. ഗാർലിക് ചേർത്ത് കൊടുക്കാം, ബീൻസ് ചേർത്ത് കൊടുക്കാം, ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, ക്യാബേജും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ല രീതിക്ക് സോർട്ട് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 5 to 6 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് സോർട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ വെജിറ്റബിൾ ഒന്ന് നന്നായി സോർട്ടായി വന്നതും നമുക്ക് ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതും നമുക്ക് ഇതിലോട്ട് റൈസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ച, തലേ ദിവസം കുക്ക് ചെയ്ത് മാറ്റി വെച്ച റൈസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പാച്ചുല വെച്ച് വേണം ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് ബലം കൊടുത്ത് മിക്സ് ചെയ്യരുത്, ഫ്രൈഡ് റൈസ് പൊടിഞ്ഞു പോകും. ഇതൊന്ന് എല്ലാ വെജിറ്റബിളും ചിക്കനും മുട്ടയും റൈസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. സോയ സോസ് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ അളവിലാണെങ്കിൽ 1.5 ടീസ്പൂണിൽ താഴെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഒരു 1.5 ടീസ്പൂൺ സോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഗ്രീൻ ചില്ലിയോ റെഡ് ചില്ലിയോ ആഡ് ചെയ്ത് കൊടുക്കും. കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അല്പം കൂടെ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പാന് പിടിച്ച് ഒന്ന് ഇളക്കി പതുക്കെ ഇളക്കി കൊടുക്കണം. നമ്മൾ വളരെ കുറച്ച് ഓയിൽ മാത്രമാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഓയിൽ സ്പ്രെയർ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വളരെ ലെസ് ക്വാണ്ടിറ്റി ഓയിൽ മാത്രമേ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡയറ്റുകാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇവരുടെ മീൽ പ്രപ്പിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് ഫ്രൈഡ് റൈസ്. ഇനി ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കുറച്ച് അഫ്ഗാനി പനീറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അഫ്ഗാനി പനീറിന്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ തന്നെ ഈ ഫ്രൈഡ് റൈസ് അടിപൊളിയാണ്. നൈസ്, നല്ല ഹെൽത്തി ആണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ദിവസത്തെ പ്ലാനിങ് ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ റൈസ് ഒന്ന് കുക്ക് ചെയ്ത് വെച്ചാൽ ഈസിയാണ്. നിങ്ങൾക്ക് മീൽ പ്രിപ്പ് ചെയ്യാനൊക്കെ 2-3 ദിവസത്തോട്ടൊക്കെ ഉണ്ടാക്കി വെക്കാൻ ഇതുപോലെ റൈസ് കുക്ക് ചെയ്ത് വെച്ചാൽ മതി, ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വളരെ ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും